ആര്യ ഇന്നലെ പരിശോധന നടത്തിയ അതേ ഭാഗത്ത് തന്നെയാണ് ഈ 10 മീറ്റർ, അതായത് ജോയിയെ കാണാതായ സ്ഥലത്തു നിന്ന് തുരങ്കത്തിനുള്ളിലേക്ക് പ്രവേശിച്ച 10 മീറ്റർ ഉള്ളിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ജോയിയുടേതെന്ന് സംശയിക്കുന്ന കാൽപാദം കണ്ടെത്തായി സംശയം പ്രകടിപ്പിക്കുന്നത്. കാരണം അത്തരത്തിൽ ഒരു കാലിൻ്റെ രൂപത്തോട് സാദൃശ്യം തോന്നുന്ന ഒരു ദൃശ്യമാണ് ഈ ഉള്ളിലേക്ക് പരിശോധനയ്ക്കായി അയച്ച റോബോട്ടിൽ ഘടിപ്പിച്ചിരുന്ന ക്യാമറയിൽ നിന്ന് ഇപ്പോൾ ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതൊരു സംശയം മാത്രമാണ്. അപ്പോൾ ആ ഒരു സംശയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അത് ജോയി തന്നെയാണോ എന്ന സംശയം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സ്കൂബ ഡൈവിംഗ് സംഘം ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ ഈ ജോയിയെ കാണാതെ സ്ഥലത്ത് നിന്ന് 30 മീറ്റർ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അവിടെ നിന്നുള്ള മാലിന്യങ്ങളൊക്കെ തന്നെ ഒരു പരിധിവരെ മാറ്റിക്കൊണ്ട് സ്കൂബ ഡൈവിംഗ് സംഘം പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അറിയാം, ഏറ്റവും മുകളിലത്തെ, അതായത് ഈ ടണലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലത്തെ ലെയറിൽ അവിടെ വലിയ രീതിയിൽ പാറ കഷ്ണങ്ങൾ പോലെയാണ് ഈ മാലിന്യങ്ങൾ കട്ടപിടിച്ച് കിടക്കുന്നതെന്നാണ് സ്കൂബ ഡൈവിംഗ് സംഘം അറിയിച്ചത്. അതിന് താഴെയാണ് ഈ മലിനജലം ഒഴുകുന്നത്. ഈ മലിനജലം ഒഴുകുന്ന ഭാഗത്ത് മാത്രമാണ് ഇന്നലെ സ്കൂബ ഡൈവിംഗ് സംഘത്തിന് പരിശോധന നടത്താൻ സാധിച്ചത്. അവർക്ക് മുകളിലേക്കുള്ള ഈ മാലിന്യങ്ങളൊന്നും തന്നെ മുഴുവനായി നീക്കം ചെയ്യുന്നതിന് സാധിച്ചിട്ടില്ല. അപ്പോൾ 10 മീറ്റർ ഉള്ളിലേക്ക് ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ ജോയിയുടേതെന്ന് സംശയിക്കുന്ന ഒരു കാൽപാദം കണ്ടതായി ഇവർ സംശയം പ്രകടിപ്പിക്കുന്നത്. അത് ജോയി തന്നെയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തു അവിടെ തങ്ങി നിൽക്കുന്നതാണോ എന്നുള്ള ഒരു സംശയം മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സ്കൂബ ഡൈവിംഗ് സംഘത്തിൻ്റെ ഒരു ടീം ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. മറ്റു ടീം ഇവിടെ പുറത്ത് സജ്ജരായിരിക്കുകയാണ്. അതായത് ഈ ഉള്ളിൽ നിന്ന് കണ്ടെത്തുന്ന ജോയി തന്നെയാണെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ പുറത്ത് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുന്നതിനും അതുപോലെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഇവിടെ പുറത്ത് കേരള പോലീസിൻ്റെ നേതൃത്വത്തിലും NDRFിൻ്റെ നേതൃത്വത്തിലൊക്കെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് NDRFിൻ്റെ സംഘവും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും സ്കൂബ ഡൈവിങ്ങിൻ്റെയും സംഘമാണ് ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചിരുന്നത്. ഇന്ന് രാവിലെ തന്നെ NDRF നമ്മോട് പറഞ്ഞതാണ്, അതായത് ഒരു ജോയിന്റ് ഓപ്പറേഷൻ ആയിരിക്കും ഇന്ന് ഇവിടെ നടത്തുക. ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് ഒരു ജോയിന്റ് ഓപ്പറേഷൻ നൽകുന്നതായിരിക്കും. NDRFിൻ്റെ നേതൃത്വത്തിൽ സ്കൂബ ഡൈവിംഗ് സംഘത്തിൻ്റെ സഹായത്തോടെ കേരള ഫയർഫോഴ്സിൻ്റെ സഹായത്തോടു കൂടിയുള്ള ഒരു തെരച്ചിൽ തന്നെയായിരിക്കും നടത്തുന്നതെന്നാണ് അറിയിച്ചിരുന്നത്. അതിൽ പ്രധാന പങ്ക് വഹിക്കുക ഈ ജെൻ റോബോട്ടിക്സ് തന്നെയായിരിക്കുമെന്ന് NDRF അറിയിച്ചിരുന്നു. അതിന് പ്രകാരം തന്നെയാണ് ഇന്ന് രാവിലെ ഈ 6:30 കൂടി ആരംഭിച്ച തിരച്ചിലിന് ആദ്യം NDRFിൻ്റെ സംഘം എത്തുകയും അവർ ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അവിടെ നിന്നുള്ള മാലിന്യങ്ങൾ ആദ്യം നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. ഇതിനുശേഷമാണ് സ്കൂബ ഡൈവിംഗ് സംഘം അവർ ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട്, അതായത് ഈ ജോയിയെ കാണാതെ സ്ഥലത്തു നിന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടും അതുപോലെ ഈ 3ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള മാൻഹോളിൽ നിന്ന് അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് 2 രീതിയിലുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നു ഈ ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടി. പക്ഷേ അത് വലിയ രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ തന്നെ നേരിട്ടിരുന്നു. വലിയ രീതിയിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടപ്പുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാറ കഷ്ണങ്ങൾ പോലെയാണ് ഈ മാലിന്യങ്ങളൊക്കെ തന്നെ കട്ട പിടിച്ച് കിടക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങിയത്. ഇതിനുശേഷമാണ് ഇവിടെ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള വഴികളൊക്കെ തന്നെ അവർക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിച്ചിരുന്നു. ഇതിനുള്ളിലേക്കാണ് ഈ ജെൻ റോബോട്ടിക്സിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന ക്യാമറ ഘടിപ്പിച്ചിട്ടുള്ള റോബോട്ടിനെ ഇതിനുള്ളിലേക്ക് ഇറക്കിക്കൊണ്ട് അത്തരത്തിലൊരു പരിശോധന നടത്തി. അതായത് ഇന്നലെ 30 മീറ്ററോളം ഈ സ്കൂബ ഡൈവിംഗ് സംഘം പരിശോധന നടത്തിയിരുന്നുവെങ്കിലും അവർക്ക് ഈ താഴ്ത്തിലേറെ, അതായത് മലിനജലം ഒഴുകുന്ന ആ ഒരു പ്രദേശത്ത് മാത്രമാണ് തിരച്ചിൽ നടത്താൻ സാധിച്ചത്. അതായത് ഒരു സ്കൂബ ഡൈവറിന് മുട്ടിലിഴങ്ങിക്കൊണ്ട് മാത്രമാണ് ഇതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്. ആ ഒരു സ്ഥലം മാത്രമാണ് അവർക്ക് ഇന്നലെ നിരീക്ഷിക്കാൻ സാധിച്ചിരുന്നത്. അതിന് മുകളിലുള്ള ഭാഗത്തേക്ക് ഒരാൾ അവിടെ കെട്ടിക്കിടക്കുകയോ അത്തരത്തിൽ അകപ്പെട്ട് കിടക്കുകയോ ചെയ്തിരുന്നെങ്കിൽ അവർക്ക് അറിയാനുള്ള ക്രമീകരണങ്ങൾ ഇന്നലെ ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു റോബോട്ടിനെ ഉപയോഗിച്ച് അത്തരത്തിൽ മുഴുവനായി തന്നെ ഈ ഒരു പ്രദേശത്ത് പരിശോധന നടത്താൻ വേണ്ടി ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. റോബോട്ട് ഉള്ളിലേക്ക്, ഈ തുരങ്കത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് അവിടെയുള്ള മാലിന്യങ്ങളൊക്കെ തന്നെ ഈ റോബോട്ട് ഉപയോഗിച്ച് സക്ക് ചെയ്ത് പുറത്തേക്ക് ഇടുകയും പിന്നീട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് അകത്തേക്ക് പോയിക്കൊണ്ടുള്ള ഒരു പരിശോധന നടത്താൻ വേണ്ടി ഈ ജെൻ റോബോട്ടിക്സിൻ്റെ റോബോട്ടിന് സാധിച്ചു. അത്തരത്തിൽ അവിടെ നിന്ന് സ്വീകരിച്ച ചിത്രങ്ങളിലാണ് ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ കാലെന്ന് സംശയിക്കുന്ന ഒരു രൂപം ഈ ഒരു ക്യാമറയിൽ പതിങ്ങിയിരിക്കുന്നത്. ആ ഒരു സംശയം മാറ്റുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ എന്തായാലും ഈ ഒരു സ്കൂബ ഡൈവിംഗ് സംഘവും NDRF സംഘവും ഈ തുരങ്കത്തിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഒരു പരിശോധന നടത്തിയിരിക്കുന്നത്. അതായത് ഈ ഒരു പരിശോധന പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ ജോയിയെ കണ്ടെത്താൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരാനും എത്രയും വേഗം തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. NDRFിൻ്റെ നേതൃത്വത്തിൽ ഈ ജോയിയെ കാണാതെ സ്ഥലത്തിന് തൊട്ട് മുകളിലായി തന്നെ ഇവിടെ ഫൈബർ ഗെയർ ഹൗസ് ഒരു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് അല്ലെങ്കിൽ ജോയിക്ക് പ്രാഥമിക ശുശ്രൂഷ ജീവനോടെയാണ് കണ്ടെത്തുന്നതെങ്കിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ജിബിൻ. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. 2 പേരാണ് ആ തുരങ്കത്തിനകത്തേക്ക് പോയിരുന്നത്. ഏറ്റവും ഉദ്വേഗമേറിയ നിമിഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ.